ശാന്തി. 10/2/25 പ്രഭാതമുരളി ബാബ്ദാദ മധുബൻ. ബാബ പറയുന്നു, മധുരമായ കുട്ടികളെ, നിങ്ങൾക്ക് ബാബയിലൂടെ ഏതൊരു അദ്വൈത മതം ലഭിച്ചുകൊണ്ടിരിക്കുന്നോ ആ മതത്തിലൂടെ നടന്ന് കലിയുഗി മനുഷ്യരെ സത്യുഗി ദേവതയാക്കുന്നതിൻ്റെ ശ്രേഷ്ഠ കർത്തവ്യം ചെയ്യണം. ചോദ്യം: മുഴുവൻ മനുഷ്യവംശവും ദുഃഖിതരായത് എന്തുകൊണ്ട്? അതിൻ്റെ മുഖ്യ കാരണം എന്താണ്? ഉത്തരം: രാവണൻ എല്ലാവരെയും ശപിച്ചിരിക്കുന്നു. അതിനാൽ എല്ലാവരും ദുഃഖിതരായി മാറിയിരിക്കുന്നു. ബാബ സമ്പത്ത് നൽകുന്നു, രാവണൻ ശാപം നൽകുന്നു. ഇതും ലോകം അറിയുന്നില്ല. ബാബ സമ്പത്ത് നൽകി. അതിനാലാണ് ഭാരതവാസികൾ ഇത്രയും സുഖമുള്ളവരും സ്വർഗത്തിൻ്റെ അധികാരിയുമായത്, പൂജ്യരായത്. ശപിക്കപ്പെടുന്നതിലൂടെ പൂജാരിയായി മാറുന്നു. ഓം ശാന്തി. കുട്ടികൾ ഇവിടെ മധുബനിൽ ബാബ്ദാദയുടെ അടുക്കൽ വരുന്നു. ഹാളിൽ എപ്പോഴാണോ വരുന്നത്, ആദ്യം സഹോദരി സഹോദരന്മാർ ഇരിക്കുന്നത് കാണുന്നു. പിന്നെ പിന്നിൽ നോക്കുമ്പോൾ ബാബ്ദാദ വന്നിരിക്കുകയാണ്. അപ്പോൾ ബാബയുടെ ഓർമ്മ വരുന്നു. നിങ്ങൾ പ്രജാപിത ബ്രഹ്മാവിൻ്റെ സന്താനങ്ങൾ ബ്രാഹ്മണരും ബ്രാഹ്മണികളുമാണ്. ആ ബ്രാഹ്മണരാണെങ്കിൽ ബ്രഹ്മ ബാബയെ അറിയുന്നതേയില്ല. കുട്ടികളായ നിങ്ങൾ അറിയുന്നു. ബാബ എപ്പോൾ വരുന്നോ അപ്പോൾ ബ്രഹ്മ വിഷ്ണു ശങ്കരും തീർച്ചയായും വേണം. പറയുന്നത് തന്നെ ത്രിമൂർത്തി ശിവഭഗവാൻ ഉവാച എന്നാണ്. ഇപ്പോൾ 3 പേരിലൂടെയും പറയുകയില്ലല്ലോ. ഈ കാര്യങ്ങൾ നല്ല രീതിയിൽ ബുദ്ധിയിൽ ധാരണ ചെയ്യേണ്ടതുണ്ട്. പരിധിയില്ലാത്ത ബാബയിൽ നിന്നും തീർച്ചയായും സ്വർഗത്തിൻ്റെ സമ്പത്ത് ലഭിക്കുന്നു. അതിനാൽ എല്ലാ ഭക്തരും ഭഗവാനിൽ നിന്നും എന്താണ് ആഗ്രഹിക്കുന്നത്? ജീവൻ മുക്തി. ഇപ്പോൾ ജീവൻ ബന്ധനമാണ്. എല്ലാവരും ബാബയെ ഓർമ്മിക്കുന്നു. വന്ന് ഈ ബന്ധനത്തിൽ നിന്നും മുക്തമാക്കൂ. ഇപ്പോൾ കുട്ടികളായ നിങ്ങൾ തന്നെയാണ് അറിയുന്നത്, ബാബ വന്നിരിക്കുന്നു. കൽപ്പകൽപ്പങ്ങളിൽ ബാബ വരുന്നു. നീ മാതാവും പിതാവും എന്ന് വിളിക്കുകയും ചെയ്യുന്നു. പക്ഷേ ഇതിൻ്റെ അർത്ഥം ആരും മനസ്സിലാക്കുന്നില്ല. നിരാകാരനായ ബാബയെക്കുറിച്ചാണ് ഇങ്ങനെ മനസ്സിലാക്കുന്നത്. പാടുന്നു, പക്ഷേ യാതൊന്നും ലഭിക്കുന്നില്ല. ഇപ്പോൾ കുട്ടികളായ നിങ്ങൾക്ക് ബാബയിൽ നിന്നും സമ്പത്ത് ലഭിക്കുന്നു. വീണ്ടും കൽപ്പത്തിന് ശേഷം ലഭിക്കും. കുട്ടികൾക്കറിയാം, ബാബ പകുതി കൽപ്പത്തേക്ക് വന്ന് സമ്പത്ത് നൽകുന്നു. രാവണൻ പിന്നെ ശാപം നൽകുന്നു. നമ്മൾ ഏവരും ശപിക്കപ്പെട്ടവരാണ് എന്ന് ലോകം അറിയുന്നില്ല. രാവണൻ്റെ ശാപം ഏറ്റിരിക്കുകയാണ്. അതിനാൽ എല്ലാവരും ദുഃഖിതരാണ്. ഭാരതവാസികൾ സുഖിയായിരുന്നു. ഇന്നലെ ഈ ലക്ഷ്മി നാരായണൻ്റെ രാജ്യം ഭാരതത്തിലുണ്ടായിരുന്നു. ദേവതമാരുടെ മുന്നിൽ ശിരസ് നമിക്കുന്നു, പൂജ ചെയ്യുന്നു. പക്ഷേ സത്യയുഗം എപ്പോഴാണ് ഉണ്ടായിരുന്നത്? ഇത് ആർക്കും അറിയില്ല. ഇപ്പോൾ നോക്കൂ, ലക്ഷക്കണക്കിന് വർഷങ്ങളുടെ ആയുസ് കേവലം സത്യയുഗത്തിൻ്റേത് കാണിച്ചിരിക്കുന്നു. പിന്നെ ത്രേതയുടേത്, ദ്വാപര കലിയുഗത്തിൻ്റേത്. ആ കണക്കനുസരിച്ച് മനുഷ്യർ എത്ര അനേകം ആകണമായിരുന്നു. കേവലം സത്യയുഗത്തിൽ മാത്രം അനേകം മനുഷ്യർ ഉണ്ടാകുമായിരുന്നേനെ. ഒരു മനുഷ്യൻ്റെയും ബുദ്ധിയിൽ ഇരിക്കുന്നില്ല. ബാബ ഇരുന്ന് മനസ്സിലാക്കിച്ചു തരുന്നു. നോക്കൂ, 33 കോടി ദേവതമാരുണ്ട് എന്ന് പാടപ്പെടുകയും ചെയ്യുന്നു. അവർ ലക്ഷക്കണക്കിന് വർഷങ്ങൾ ഉണ്ടായിരിക്കുക സാധ്യമല്ല. അപ്പോൾ ഇതും മനുഷ്യർക്ക് മനസ്സിലാക്കിച്ചു കൊടുക്കേണ്ടി വരുന്നു. ഇപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്, ബാബ നമ്മളെ സ്വച്ഛ ബുദ്ധിയാക്കുന്നു. രാവണൻ മ്ലേച്ഛ ബുദ്ധിയാക്കുന്നു. മുഖ്യമായ കാര്യം ഇതാണ്. സത്യയുഗത്തിൽ പവിത്രമാണ്, ഇവിടെ അപവിത്രമാണ്. രാമരാജ്യം എപ്പോൾ മുതൽ എപ്പോൾ വരെ എന്നതും ആർക്കും അറിയില്ല. രാവണരാജ്യം എപ്പോൾ മുതൽ എപ്പോൾ വരെയാണ്? ഇവിടെ തന്നെയാണ് രാമരാജ്യവുമുള്ളത്, രാവണരാജ്യവുമുള്ളത് എന്നത് മനസ്സിലാക്കുന്നുണ്ട്.
അനേകം മതമതാന്തരങ്ങൾ ഉണ്ടല്ലോ. എത്ര മനുഷ്യരുണ്ടോ അത്രയും തന്നെ മതങ്ങളുണ്ട്. ഇപ്പോൾ ഇവിടെ കുട്ടികളായി നിങ്ങൾക്ക് ഒരു അദ്വൈത മതം ലഭിക്കുന്നു. അത് ബാബ തന്നെയാണ് നൽകുന്നത്. നിങ്ങൾ ഇപ്പോൾ ബ്രഹ്മാവിലൂടെ ദേവതയായിക്കൊണ്ടിരിക്കുന്നു. ദേവതമാരുടെ മഹിമ പാടപ്പെടുന്നു. സർവഗുണ സമ്പന്നം, 16 കലാസമ്പൂർണം. അവരും മനുഷ്യർ തന്നെ. മനുഷ്യരുടെ മഹിമ പാടുന്നത് എന്തുകൊണ്ട്? തീർച്ചയായും വ്യത്യാസം ഉണ്ടാകുമല്ലോ. ഇപ്പോൾ കുട്ടികളായി നിങ്ങളും നമ്പർ വൈസ് പുരുഷാർത്ഥമനുസരിച്ച് മനുഷ്യനെ ദേവതയാക്കുന്നതിൻ്റെ കർത്തവ്യം പഠിക്കുന്നു. കലിയുഗി മനുഷ്യരെ നിങ്ങൾ സത്യുഗി ദേവതയാക്കുന്നു. അതായത് ശാന്തിധാമത്തിൻ്റെ അഥവാ ബ്രഹ്മാണ്ടത്തിൻ്റെയും വിശ്വത്തിൻ്റെയും അധികാരിയാക്കുന്നു. ഇത് ശാന്തിധാമം അല്ലല്ലോ. ഇവിടെയാണെങ്കിൽ കർമ്മം തീർച്ചയായും ചെയ്യേണ്ടി വരും. അത് സ്വീറ്റ് സൈലൻസ് ഹോമാണ്. ഇപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്, നമ്മൾ ആത്മാക്കൾ സ്വീറ്റ് ഹോം അഥവാ ബ്രഹ്മാണ്ടത്തിൻ്റെ അധികാരിയാണ്. അവിടെ സുഖദുഃഖങ്ങളിൽ നിന്നും വേറിട്ടിരിക്കുന്നു. പിന്നെ സത്യയുഗത്തിൽ വിശ്വത്തിൻ്റെ അധികാരിയാകുന്നു. ഇപ്പോൾ കുട്ടികളായ നിങ്ങൾ യോഗ്യരായിക്കൊണ്ടിരിക്കുന്നു. എയിം ഓബ്ജക്റ്റ് ആക്യുറേറ്റായി മുന്നിൽ നിൽക്കുന്നു. കുട്ടികളായി നിങ്ങൾ യോഗബലം ഉള്ളവരാണ്. അവർ ബാഹുബലമുള്ളവരാണ്. നിങ്ങളും യുദ്ധമൈതാനത്തിലാണ്. എന്നാൽ നിങ്ങൾ ഡബിൾ അഹിംസകരാണ്. അവർ ഹിംസകരാണ്. ഹിംസ എന്ന് കാമകഠാരെ പറയുന്നു. സന്യാസിമാരും ഇത് ഹിംസയാണ് എന്ന് മനസ്സിലാക്കുന്നു. അതിനാൽ പവിത്രമാകുന്നു. എന്നാൽ നിങ്ങൾക്കല്ലാതെ ആർക്കും തന്നെ ബാബയോട് പ്രീതിയില്ല. പ്രിയതമയ്ക്കും പ്രിയതമനും പ്രീതി ഉണ്ടായിരിക്കുമല്ലോ. അവർ ഒരു ജന്മത്തിലെ പ്രിയതമയും പ്രിയതമനുമായി പാടപ്പെടുന്നു. നിങ്ങളേവരും പ്രിയതമനായ എൻ്റെ പ്രിയതമകളാണ്. ഭക്തിമാർഗത്തിൽ ഒരു പ്രിയതമനായ എന്നെ ഓർമ്മിച്ചു വന്നു. ഇപ്പോൾ ഞാൻ പറയുന്നു, ഈ അന്തിമ ജന്മം കേവലം പവിത്രമാകൂ. യഥാർത്ഥ രീതിയിൽ ഓർമ്മിക്കൂ. പിന്നെ ഓർമ്മിക്കുന്നതിൽ നിന്ന് തന്നെ നിങ്ങൾ മുക്തമാകും. സത്യയുഗത്തിൽ ഓർമ്മിക്കേണ്ട ആവശ്യമേ ഉണ്ടായിരിക്കില്ല. ദുഃഖത്തിൽ എല്ലാവരും സ്മരിക്കുന്നു. ഇത് നരകമാണ്. ഇതിനെ സ്വർഗം എന്ന് പറയുകയില്ലല്ലോ. ധനികരായ വലിയ വ്യക്തികൾ ആരാണോ അവർ വിചാരിക്കുന്നു നമ്മളെ സംബന്ധിച്ച് ഇവിടം തന്നെയാണ് സ്വർഗം. വിമാനം തുടങ്ങി എല്ലാ വൈഭവവുമുണ്ട്. എത്ര അന്ധവിശ്വാസത്തിൽ കഴിയുന്നു. നീ മാതാവും പിതാവും എന്ന് പാടുകയും ചെയ്യുന്നു. പക്ഷേ ഒന്നും മനസ്സിലാക്കുന്നില്ല. ഏതൊരു അളവറ്റ സുഖമാണ് ലഭിച്ചത്, ഇതാരും അറിയുന്നില്ല. പറയുന്നത് ആത്മാവാണല്ലോ. നിങ്ങൾ ആത്മാക്കൾ മനസ്സിലാക്കുന്നുണ്ട്, നമുക്ക് അളവറ്റ സുഖം ലഭിക്കേണ്ടതുണ്ട്. അതിൻ്റെ നാമം തന്നെ സ്വർഗം, സുഖധാമം എന്നാണ്. സ്വർഗം എല്ലാവർക്കും വളരെ മധുരമായി തോന്നുന്നു. നിങ്ങൾ ഇപ്പോൾ അറിയുന്നുണ്ട്, സ്വർഗത്തിൽ വജ്രവൈഡൂര്യങ്ങളുടെ എത്ര കൊട്ടാരങ്ങളുണ്ടായിരുന്നു. ഭക്തിമാർഗത്തിലും എത്ര അളവറ്റ ധനമുണ്ടായിരുന്നു. സോമനാഥൻ്റെ ക്ഷേത്രം ഉണ്ടാക്കി. ഓരോരോ ചിത്രങ്ങൾ ലക്ഷക്കണക്കിന് മൂല്യം ഉള്ളവയായിരുന്നു. അതെല്ലാം എവിടെ പോയി? എത്ര കൊള്ളയടിച്ചു കൊണ്ടുപോയി. മുസൽമാന്മാർ പോയി മസ്ജിദിലും മറ്റും പതിപ്പിച്ചു. ഇത്രയും അളവറ്റ ധനമുണ്ടായിരുന്നു. ഇപ്പോൾ കുട്ടികളായ നിങ്ങളുടെ ബുദ്ധിയിലുണ്ട്, നമ്മൾ ബാബയിലൂടെ വീണ്ടും സ്വർഗത്തിൻ്റെ അധികാരിയാകുന്നു. നമ്മുടെ കൊട്ടാരം സ്വർണത്തിൻ്റേതായിരിക്കും. വാതിലുകളിലും പതിപ്പിച്ചിട്ടുണ്ടായിരിക്കും. ഇങ്ങനെ നിർമ്മിക്കപ്പെട്ട ജൈനരുടെ ക്ഷേത്രവുമുണ്ട്. ഇപ്പോൾ മുൻപുണ്ടായിരുന്ന വജ്രവും മറ്റും ഇല്ലല്ലോ. ഇപ്പോൾ നിങ്ങൾക്കറിയാം, നമ്മൾ ബാബയിൽ നിന്നും സ്വർഗത്തിൻ്റെ സമ്പത്ത് നേടിക്കൊണ്ടിരിക്കുന്നു. ശിവബാബ വരുന്നതും ഭാരതത്തിൽ തന്നെയാണ്. ഭാരതത്തിന് തന്നെയാണ് ശിവഭഗവാനിൽ നിന്നും സ്വർഗത്തിൻ്റെ സമ്പത്ത് ലഭിക്കുന്നത്. ക്രിസ്ത്യൻസും പറയുന്നു, ക്രൈസ്റ്റിന് 3000 വർഷം മുമ്പ് ഭാരതം ഹെവനായിരുന്നു. ആരാണ് രാജ്യം ഭരിച്ചിരുന്നത്? ഇതാർക്കും അറിയില്ല. ബാക്കി ഭാരതം വളരെ പുരാതനമാണ് എന്ന് മനസ്സിലാക്കുന്നു.
അപ്പോൾ ഇതേ ഭാരതം ആയിരുന്നല്ലോ ബാബയെ ഹെവൻലി ഗോഡ് ഫാദർ എന്ന് പറയുകയും ചെയ്യുന്നു. അതിനർത്ഥം ഹെവൻ സ്ഥാപിക്കുന്ന ഫാദർ എന്നാണ്. തീർച്ചയായും ഫാദർ വന്നിട്ടുണ്ടാകും. അതിനാൽ നിങ്ങൾ സ്വർഗത്തിൻ്റെ അധികാരിയായിട്ടുണ്ടാകും. ഓരോ 5000 വർഷത്തിനു ശേഷവും സ്വർഗത്തിൻ്റെ അധികാരിയാകുന്നു. പിന്നെ പകുതി കൽപ്പത്തിനു ശേഷം രാവണ രാജ്യം ആരംഭിക്കുന്നു. ചിത്രങ്ങളിൽ ഇങ്ങനെ ക്ലിയറായി കാണിക്കൂ. അതിലൂടെ ലക്ഷക്കണക്കിന് വർഷങ്ങളുടെ കാര്യം ബുദ്ധിയിൽ നിന്ന് തന്നെ മാറിപ്പോകട്ടെ. ലക്ഷ്മി നാരായണൻ ഒരാളല്ല. ഇവരുടെ ഡിനസ്റ്റി ഉണ്ടായിരിക്കുമല്ലോ. പിന്നെ അവരുടെ കുട്ടികൾ രാജാവാകുന്നുണ്ടാകും. രാജാക്കന്മാർ ധാരാളം ഉണ്ടാകുന്നുവല്ലോ. മുഴുവൻ മാലയും ഉണ്ടായിരിക്കുകയാണ്. മാലയെ തന്നെ സ്മരിക്കുന്നുവല്ലോ. ആരാണോ ബാബയുടെ സഹായികളായി ബാബയുടെ സർവീസ് ചെയ്യുന്നത് അവരുടെ തന്നെ മാലയാണ് ഉണ്ടാകുന്നത്. ആര് പൂർണ്ണമായും ചക്രത്തിൽ വരുന്നു, പൂജ്യരും പൂജാരിയുമാകുന്നു, അവരുടേതാണ് ഈ സ്മാരകം. നിങ്ങൾ പൂജ്യരിൽ നിന്നും പൂജാരിയാകുന്നു. പിന്നെ തൻ്റെ മാലയിരുന്ന് പൂജിക്കുന്നു. ആദ്യം മാലയിൽ കൈ സ്പർശിച്ച് പിന്നെ ശിരസ് നമിക്കും. പിന്നീട് മാല തിരിക്കാൻ ആരംഭിക്കുന്നു. നിങ്ങൾ തന്നെയാണ് മുഴുവൻ ചക്രവും കറങ്ങുന്നത്. പിന്നെ ശിവ് ബാബയിൽ നിന്നും സമ്പത്ത് നേടുന്നു. ഈ രഹസ്യം നിങ്ങൾ മാത്രമാണ് അറിയുന്നത്. മനുഷ്യരാണെങ്കിൽ ചിലർ ഒരാളുടെ പേരിൽ, ചിലർ മറ്റൊരാളുടെ പേരിൽ മാല തിരിക്കുന്നു. ഒന്നും അറിയുന്നില്ല. ഇപ്പോൾ നിങ്ങൾക്ക് മാലയുടെ മുഴുവൻ ജ്ഞാനവുമുണ്ട്. മറ്റാർക്കും ഈ ജ്ഞാനമില്ല. ഇത് ആരുടെ മാലയാണ് തിരിക്കുന്നത് എന്നത് ക്രിസ്ത്യൻസ് മനസ്സിലാക്കുന്നില്ല. ആരാണോ ബാബയുടെ സഹായിയായി സർവീസ് ചെയ്യുന്നത് അവരുടേത് തന്നെയാണ് ഈ മാല. ഈ സമയത്ത് എല്ലാവരും പതീതമാണ്. ആരാണോ പാവനമായിരുന്നത് അവരെല്ലാം ഇവിടെ വന്ന് ഇപ്പോൾ പതീതമായിരിക്കുകയാണ്. പിന്നെ നമ്പർ അനുസരിച്ച് എല്ലാവരും പോകും. നമ്പർ വൈസായി വരുന്നു, നമ്പർ വൈസായി പോകുന്നു. എത്ര മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ്. ഇത് വൃക്ഷമാണ്. എത്ര ശാഖോപശാഖകൾ, മഠങ്ങളും മാർഗങ്ങളുമുണ്ട്. ഇപ്പോൾ ഈ മുഴുവൻ വൃക്ഷവും ഇല്ലാതാകേണ്ടതുണ്ട്. വീണ്ടും നിങ്ങളുടെ ഫൗണ്ടേഷൻ സ്ഥാപിക്കപ്പെടും. നിങ്ങൾ ഈ വൃക്ഷത്തിൻ്റെ ഫൗണ്ടേഷനാണ്. അതിൽ സൂര്യവംശി, ചന്ദ്രവംശി രണ്ടുമുണ്ട്. സത്യത്രേതായുഗത്തിൽ ആരാണോ രാജ്യം ഭരിച്ചിരുന്നവർ അവരുടെ ധർമ്മമേ ഇപ്പോൾ ഇല്ല. കേവലം ചിത്രങ്ങളാണുള്ളത്. ആരുടെ ചിത്രമുണ്ടോ അവരുടെ ബയോഗ്രഫി അറിയേണ്ടതാണല്ലോ. ഇന്ന വസ്തു ലക്ഷക്കണക്കിന് വർഷങ്ങൾ പുരാതനമാണ് എന്ന് പറയുന്നു. ഇപ്പോൾ വാസ്തവത്തിൽ പുരാതനത്തിലും പുരാതനം ആദി സനാതന ദേവീ ദേവതാധർമ്മമാണ്. അതിനു മുൻപേ ഏതെങ്കിലും വസ്തു ഉണ്ടായിരിക്കുക സാധ്യമല്ല. ബാക്കിയെല്ലാം 2500 വർഷം പഴക്കമുള്ള വസ്തുക്കളായിരിക്കും. താഴെ നിന്നും കുഴിച്ചെടുക്കുന്നുവല്ലോ. ഭക്തിമാർഗത്തിൽ എന്താണോ പൂജിക്കുന്നത് ആ പുരാതന ചിത്രങ്ങൾ കണ്ടെത്തുന്നു. കാരണം എർത്ത് ക്വേക്കിൽ എല്ലാ ക്ഷേത്രങ്ങളും മറ്റും തകരുന്നു. പിന്നെ പുതിയതുണ്ടാകുന്നു. വജ്രത്തിൻ്റെയും സ്വർണത്തിൻ്റെയും മറ്റും ഖനികൾ ഏതൊന്നാണോ ഇപ്പോൾ ശൂന്യമായത് അത് വീണ്ടും അവിടെ നിറയും. ഈ എല്ലാ കാര്യങ്ങളും ഇപ്പോൾ നിങ്ങളുടെ ബുദ്ധിയിലുണ്ടല്ലോ. ബാബ വേൾഡിൻ്റെ ഹിസ്റ്ററിയും ജോഗ്രഫിയും മനസ്സിലാക്കിച്ചു തന്നു. സത്യയുഗത്തിൽ എത്ര കുറച്ച് മനുഷ്യരാണുള്ളത്. പിന്നെ അഭിവൃദ്ധി പ്രാപിക്കുന്നു. ആത്മാക്കളെല്ലാം പരംധാമത്തിൽ നിന്നും വന്നുകൊണ്ടിരിക്കുന്നു. വന്ന് വൃക്ഷം വളരുന്നു. പിന്നെ എപ്പോഴാണോ വൃക്ഷം ജീർണിച്ച അവസ്ഥ പ്രാപിക്കുന്നത് അപ്പോൾ പറയുന്നു രാമനും പോയി, രാവണനും പോയി. അവരുടേത് വലിയ പരിവാരമാണ്. അനേകം ധർമ്മങ്ങളുണ്ടല്ലോ. നമ്മുടെ പരിവാരം എത്ര ചെറുതാണ്. ഇത് കേവലം ബ്രാഹ്മണരുടെ മാത്രം പരിവാരമാണ്. ആ എത്ര അനേകം ധർമ്മങ്ങളുണ്ട്. ജനസംഖ്യ പറഞ്ഞു തരുന്നല്ലോ. അതെല്ലാം രാവണ സമ്പ്രദായമാണ്. ഇവരെല്ലാം പോകും. ബാക്കി കുറച്ചുപേർ മാത്രം അവശേഷിക്കും.
രാവണ സമ്പ്രദായം പിന്നെ സ്വർഗത്തിൽ വരികയില്ല. എല്ലാവരും മുക്തിധാമത്തിൽ തന്നെ വസിക്കും. പിന്നെ പഠിക്കുന്ന നിങ്ങൾ നമ്പർ അനുസരിച്ച് സ്വർഗത്തിൽ വരും. ഇപ്പോൾ കുട്ടികളായി നിങ്ങൾ മനസ്സിലാക്കി എപ്രകാരമുള്ളതാണ് ആ നിരാകാരി വൃക്ഷവും ഈ മനുഷ്യ സൃഷ്ടി വൃക്ഷവും എന്നത്. ഇത് നിങ്ങളുടെ ബുദ്ധിയിലുണ്ട്. പഠനത്തിൽ ശ്രദ്ധ നൽകുകയില്ലെങ്കിൽ പരീക്ഷയിൽ തോറ്റുപോകും. പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുമെങ്കിൽ സന്തോഷവും നിലനിൽക്കും. അഥവാ വികാരത്തിൽ വീണുവെങ്കിൽ ബാക്കി ഇതെല്ലാം മറന്നുപോകും. ആത്മാവ് എപ്പോഴാണോ പവിത്ര സ്വർണമാകുന്നത് അപ്പോൾ അതിൽ നല്ല ധാരണ ഉണ്ടായിരിക്കും. സ്വർണത്തിൻ്റെ പാത്രം പവിത്രവും ഗോൾഡനുമാണ്. അഥവാ ആരെങ്കിലും പതീതമായെങ്കിൽ ജ്ഞാനം കേൾപ്പിക്കാൻ സാധിക്കില്ല. ഇപ്പോൾ നിങ്ങൾ മുന്നിലിരിക്കുകയാണ്. ഗോഡ് ഫാദർ ശിവ് ബാബ ആത്മാക്കളായി നമ്മളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് അറിയുന്നുണ്ട്. നമ്മൾ ആത്മാക്കൾ ഈ ഓർഗൻസിലൂടെ കേട്ടുകൊണ്ടിരിക്കുന്നു. പഠിപ്പിക്കുന്നവൻ ബാബയാണ്. ഇങ്ങനെയുള്ള പാഠശാല മുഴുവൻ ലോകത്തിലും എവിടെ ഉണ്ടായിരിക്കും? ആ ഒന്ന് ഗോഡ് ഫാദറാണ്, ടീച്ചറുമാണ്, സദ്ഗുരുവുമാണ്. എല്ലാവരെയും തിരികെ കൊണ്ടുപോകും. ഇപ്പോൾ നിങ്ങൾ ബാബയുടെ മുന്നിലിരിക്കുന്നു. മുന്നിലിരുന്ന് മുരളി കേൾക്കുന്നതിൽ എത്ര വ്യത്യാസമുണ്ട്! ഏതുപോലെ ഈ ടേപ്പ് മെഷീൻ ഇറങ്ങിയിരിക്കുകയാണ്. എല്ലാവരുടെയും അടുക്കൽ ഒരു ദിവസം എത്തിച്ചേരും. കുട്ടികളുടെ സുഖത്തിനു വേണ്ടി ബാബ ഇങ്ങനെയുള്ള വസ്തുക്കൾ ഉണ്ടാക്കിക്കുന്നു. വലിയ കാര്യമൊന്നുമല്ലല്ലോ. ഈ ഒന്ന് മഹാമനസ്കൻ ആണല്ലോ. ആദ്യം വെളുപ്പായിരുന്നു, ഇപ്പോൾ കറുപ്പായിരിക്കുന്നു. അതിനാൽ ശ്യാമസുന്ദരം എന്ന് പറയുന്നു. നിങ്ങൾ അറിയുന്നുണ്ട്, നമ്മൾ സുന്ദരമായിരുന്നു, ഇപ്പോൾ ശ്യാമമായിരിക്കുന്നു, വീണ്ടും സുന്ദരമാകും. ഒരാൾ മാത്രം എന്തിനാകണം? ഒരാളെയാണോ സർപ്പം ദംശിച്ചത്? സർപ്പം എന്ന് മായയാണ് പറയുന്നത്. വികാരത്തിൽ പോകുന്നതിലൂടെ കറുപ്പാകുന്നു. എത്ര മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ്! പരിധിയില്ലാത്ത ബാബ പറയുന്നു, ഗൃഹസ്ഥ വ്യവഹാരത്തിൽ ഇരിക്കവേ ഈ അന്തിമ ജന്മം ഫോർ മൈ സേക്ക്, എനിക്ക് വേണ്ടി പവിത്രമാകൂ. കുട്ടികളോട് ഈ ഭിക്ഷ യാചിക്കുകയാണ്. കമലപുഷ്പ സമാനം പവിത്രമാകൂ, എന്നെ ഓർമ്മിക്കൂ, അപ്പോൾ ഈ ജന്മവും പവിത്രമാകും. ഓർമ്മയിൽ ഇരിക്കുന്നതിലൂടെ പാസ്റ്റിലെ വികർമ്മവും വിനാശമാകും. ഇതാണ് യോഗാഗ്നി. അതിലൂടെ ജന്മജന്മാന്തരങ്ങളിലെ പാപം കത്തിപ്പോകുന്നു. സതോ പ്രധാനത്തിൽ നിന്നും സതോ രജോ തമോയിലേക്ക് വരുമ്പോൾ കല കുറഞ്ഞു പോകുന്നു, മാലിന്യം ചേരുന്നു. ഇപ്പോൾ ബാബ പറയുന്നു, കേവലം എന്നെ മാത്രം ഓർമ്മിക്കൂ. പിന്നെ ജലത്തിൻ്റെ നദികളിൽ സ്നാനം ചെയ്യുന്നതിലൂടെ പാവനമാവുകയില്ല. ജലവും തത്വമാണല്ലോ, 5 തത്വങ്ങൾ എന്ന് പറയപ്പെടുന്നു. ഈ നദികൾക്ക് എങ്ങനെയാണ് പതീത പാവനിയാകാൻ സാധിക്കുന്നത്? നദികൾ സാഗരത്തിൽ നിന്നാണ് വരുന്നത്. ആദ്യം പതീത പാവനായ സാഗരം ഉണ്ടായിരിക്കണമല്ലോ. ശരി. മധുരമധുരമായ വളരെ കാലം വേർപിരിഞ്ഞ ശേഷം തിരിച്ചു കിട്ടിയ കുട്ടികൾക്ക് മാതാവും പിതാവുമായ ബാബ്ദാദയുടെ സ്നേഹസ്മരണകൾ. ഗുഡ് മോർണിംഗ്. ആത്മീയ പിതാവിൻ്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്തേ. ധാരണയ്ക്കുള്ള മുഖ്യസാരം: വിജയമാലയിൽ വരുന്നതിനു വേണ്ടി ബാബയുടെ സഹായിയായി സർവീസ് ചെയ്യണം. ഒരു പ്രിയതമനോട് സത്യമായ പ്രീതി വയ്ക്കണം. ഒന്നിനെ തന്നെ ഓർമ്മിക്കണം. തൻ്റെ ആക്യുറേറ്റ് എയിം ഓബ്ജക്റ്റ് മുന്നിൽ വച്ച് പൂർണ്ണ പുരുഷാർത്ഥം ചെയ്യണം. ഡബിൾ അഹിംസകരായി മനുഷ്യരെ ദേവതയാക്കുന്നതിൻ്റെ ശ്രേഷ്ഠ കർത്തവ്യം ചെയ്തുകൊണ്ടിരിക്കണം. വരദാനം: വിജയത്തിൻ്റെ ലഹരിയിലൂടെ സദാ ഹർഷിതമായിരിക്കുന്ന സർവ ആകർഷണങ്ങളിൽ നിന്നും മുക്തരായി ഭവിക്കട്ടെ. വിജയി രത്നങ്ങളുടെ സ്മാരകമായ ബാബയുടെ കഴുത്തിലെ മാല ഇന്നും പൂജിക്കപ്പെടുന്നു. അപ്പോൾ സദാ ഈ ലഹരി ഉണ്ടായിരിക്കട്ടെ. ബാബയുടെ കഴുത്തിലെ മാലയായ നമ്മൾ വിജയി രത്നമാണ്. നമ്മൾ വിശ്വത്തിൻ്റെ അധികാരിയുടെ ബാലകരാണ്. നമുക്ക് എന്ത് ലഭിച്ചുവോ അത് മറ്റാർക്കും ലഭിക്കുക സാധ്യമല്ല.
ഈ ലഹരിയും സന്തോഷവും സ്ഥായിയായി നിലനിൽക്കട്ടെ. അപ്പോൾ ഏതൊരു പ്രകാരത്തിലുമുള്ള ആകർഷണത്തിനും ഉപരിയിരിക്കും. ആരാണോ സദാ വിജയി, അവർ സദാ ഹർഷിതമാണ്. ഒരു ബാബയുടെ ഓർമ്മയിലെ മാത്രം ആകർഷണത്തിൽ ആകർഷിതരാണ്. സ്ലോഗൻ: ഒന്നിൻ്റെ അനന്തതയിൽ ലയിച്ചു ചേരുക എന്നാൽ ഏകാന്തവാസിയാവുക എന്നർത്ഥം. അവ്യക്ത സൂചന: ഏകാന്തപ്രിയരാകൂ, ഏകതയും ഏകാഗ്രതയും സ്വായത്തമാക്കൂ. ഇപ്പോൾ എല്ലാവരും ഒന്നു ചേർന്ന് പരസ്പരം ധൈര്യം വർദ്ധിപ്പിച്ച് ഈ സങ്കല്പമെടുക്കൂ. ഇപ്പോൾ സമയത്തെ സമീപം കൊണ്ടുവരിക തന്നെ വേണം. ആത്മാക്കൾക്ക് മുക്തി നൽകുക തന്നെ വേണം. എന്നാൽ ഇത് ഉണ്ടാകുന്നത് ചിന്തിക്കുന്നതിനെ സ്മൃതി സ്വരൂപത്തിൽ കൊണ്ടുവരുമ്പോഴാണ്. എവിടെ ഏകതയും ദൃഢതയുമുണ്ടോ അവിടെ അസംഭവ്യവും സംഭവ്യമാകുന്നു. ഓം ശാന്തി. യോഗത്തിൻ്റെ അഭ്യാസം. ഞാൻ ഒരു നക്ഷത്രം പോലെ തിളങ്ങുന്ന ആത്മാവാകുന്നു. പുരികമധ്യത്തിൽ വസിക്കുന്ന ഒരു ചൈതന്യ ശക്തിയാകുന്നു. ശാന്തിയുടെ സ്വരൂപമാകുന്നു. ശാന്തിധാമമാകുന്ന എൻ്റെ സ്വഗ്രഹത്തിലേക്ക് മനസ്സിനെ ഞാൻ ഏകാഗ്രമാക്കുന്നു. സർവശക്തിവാനും ബീജരൂപനുമായ പരമാത്മാവിൻ്റെ സമീപത്തേക്ക് യാത്ര ചെയ്യുന്നു. ശിവപിതാ പരമാത്മാവിൻ്റെ കൂടെ ഞാൻ കമ്പൈൻഡായി കഴിഞ്ഞു. ഞാൻ ആത്മാവ് ശിവപിതാവിൻ്റെ സർവശക്തികളാലും സമ്പന്നമാകുന്നു. മാസ്റ്റർ സർവശക്തിവാനാകുന്നു. ആഹാ, എത്ര അലൗകിക അനുഭവമാണിത്! ഈ കമ്പൈൻ സ്ഥിതി എത്ര പ്രിയപ്പെട്ട സ്ഥിതിയാണ്. എത്ര ശക്തിശാലി സ്ഥിതിയാണ്. ആഹാ, എത്ര ഭാരരഹിതമായ സ്ഥിതിയാണ്. എത്ര ശ്രേഷ്ഠ സ്ഥിതിയാണ്. വളരെയധികം ആനന്ദം നിറഞ്ഞ ഈ സ്ഥിതി
ഞാൻ അനുഭവിക്കുന്നു.